ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഞാനത് റിലേഷൻഷിപ്പ് കൂടി ഇടാം, ചെറിയൊരു റീഡിംഗ് ആയിട്ടെങ്കിലും ഇടാം അറ്റ്ലീസ്റ്റ്. ഓക്കെ, എന്തായാലും ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് എന്താണ്? നിങ്ങൾക്ക് വരാൻ പോകുന്ന ദിവസങ്ങൾ, അതിലേക്കുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സിൽ നിന്ന് എന്താണ് പറയുന്നത്? നിങ്ങളുടെ എനർജീസിൽ എന്താണ് കാണുന്നത് മുന്നോട്ട്? എനർജീസ് മാറി മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മളുടെ ഒരു ചെറിയൊരു തീരുമാനം, ചെറിയൊരു ഡിസിഷൻ, ഒരു ചിന്തയുടെ മാറ്റം, നമ്മളൊരു പ്രവൃത്തിയുടെ മാറ്റം, അതെല്ലാം നമ്മളുടെ ഈ ഓരോ കാര്യങ്ങളെയും മാറ്റും. ഓക്കെ, നമുക്ക് മാറ്റാനുള്ള കഴിവ് നമുക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യത്തെ കാര്യം. ഓക്കെ, അപ്പോൾ ഈ എനർജി പറയുന്നത് നിങ്ങൾക്കൊരു തരം നിങ്ങളോട് കാണിച്ചു തരുകയാണ്, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ ചിലപ്പോൾ പ്രിപ്പയർ ചെയ്ത് വലുതും മാറ്റിക്കഴിഞ്ഞാൽ ചിലത് മാറുകയും ചെയ്യും. ഓക്കെ, എന്തായാലും നിങ്ങളുടെ എനർജി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം ഗൈഡൻസ് എന്താണ്, നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താ പറയുന്നത്. ഹെർമിറ്റ്, പേജ് ഓഫ് പെന്റിക്കിൾസ്, 3 ഓഫ് പെന്റിക്കിൾസ്, ക്വീൻ ഓഫ് കപ്സ്, ജഡ്ജ്മെന്റ് ആൻഡ് ഓക്കെ. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളിപ്പോൾ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, അല്പം തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം, ആരും വേണ്ട, ആരോടും സംസാരിക്കാൻ താല്പര്യമില്ലാതെ, ഒക്കെ ഒരു മൂഡില്ലാതെ എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് തനിച്ചിരിക്കാനും ഇങ്ങനെ ചിന്തകളിലായിരിക്കാം. നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കലായിരിക്കാം, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കലായിരിക്കാം. ചിലപ്പോൾ കുറേ ജസ്റ്റ് നിങ്ങൾ കുറേ എന്താ പറയുക, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ട്. ഓക്കെ, അപ്പോൾ അതിലിങ്ങനെ മുഴുകി 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 നിങ്ങൾ ഐ തിങ്ക് ഇരുന്ന് പോവുകയാണ്. ഒരു ലൈഫിൽ സ്റ്റക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, ചില വിഷമങ്ങളുണ്ടാവാം, നമുക്ക് എല്ലാവർക്കും അത് തന്നെയാണല്ലോ. ഓക്കെ, വിഷമങ്ങളോ കാര്യങ്ങളോ ഉള്ളതിൽ നിന്ന് ഐ തിങ്ക് നിങ്ങൾ ഇപ്പോൾ പക്ഷെ നിങ്ങൾ ഐ തിങ്ക് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത കിട്ടാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഇനി മുന്നോട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു വ്യക്തതയായിരിക്കാം ആലോചിക്കുന്നത്. പക്ഷെ ഐ തിങ്ക് ഒരു മെയിൻലി ഇവിടെ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വളരെയധികം മറ്റുള്ളവരിൽ നിന്ന് മാറിയിട്ട് ആരോടും സംസാരിക്കാതെ, ചിലപ്പോൾ വീട്ടിലും ഒക്കെ സൈലൻ്റ് ആയിരിക്കാം, ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ പോലും നിങ്ങൾ കൂടുതലും അവരുടെ അടുത്തൊക്കെ ഒഴിഞ്ഞു മാറി തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. കാരണം നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ, ഓക്കെ, നിങ്ങൾ അതിലിങ്ങനെ മുഴുകി മുഴുകി ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പേജ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ. പേജ് ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇങ്ങനത്തെ സമയങ്ങളിൽ നമുക്കൊരു അഡ്വൈസ് ആയിട്ട് എടുക്കാം ഇത്. യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിലേക്ക് താല്പര്യം തിരിക്കാൻ ശ്രമിക്കാം. അതിന് എന്തെങ്കിലും പഠിക്കാനോ, ഇപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇതിപ്പോൾ മ്യൂസിക്കിൻ്റെ ഇവിടെ കാണിക്കുന്നുണ്ട്, അതാവാം, അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാം. ഓക്കെ, തനിച്ചിരിക്കുന്നത് ഓക്കെ, പക്ഷെ തനിച്ചിരിക്കുന്നത് വെറുതെ ആലോചിച്ച് മാത്രം ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അതിന് നിങ്ങൾ ആ സമയങ്ങൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ആ സമയങ്ങൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളതിനെ എന്തെങ്കിലും മീൻസ് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പഠിക്കാം. ഓക്കെ, അതായത് വെറുതെ ഇരുന്ന് നമുക്ക് സമയം കളഞ്ഞ് ആലോചിച്ചിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ആലോചിക്കലേ ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു കാര്യത്തിലേക്ക് ഫോക്കസ് കൊണ്ടുവരിക. പഠിക്കാനാണോ, എന്തെങ്കിലും ചെയ്യാനാണോ, ആർട്ടിസ്റ്റിക് ആയിട്ടാണോ, എന്തെങ്കിലും നിങ്ങൾക്ക്, അതായത് ഓക്കെ, വലിയ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ? അപ്പോൾ നിങ്ങൾ തനിച്ചിരുന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്, അതിലേക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ തന്നെ സ്വന്തം ഡെവലപ്മെൻറ്റ്, ചിലപ്പോൾ പഠിക്കാനായിരിക്കും, എന്തെങ്കിലും പഠിക്കാൻ ചേരാനായിരിക്കാം, ഓൺലൈൻ പഠിക്കാൻ. നിങ്ങൾക്ക് ഓൺലൈൻ എടുത്ത് നിങ്ങൾക്ക് വല്ലതൊക്കെ യൂട്യൂബിലോ അവിടെയും ഇവിടെയൊക്കെ നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻ, ഞാൻ ഐ തിങ്ക് ഇന്നലെയും പറഞ്ഞു, നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ടാലൻസ് ഉണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആക്ച്വലി അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് ഒരു ഗുണം വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, ആ ഒരു ഐ തിങ്ക് ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഇങ്ങനെ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് എവിടേക്കോ നിങ്ങൾക്കൊരു ദൈവം ആയിട്ട് തന്ന ഒരു സമയമാണെന്ന് കരുതുക. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് പോയതാണെന്ന് വിചാരിക്കുക. നിങ്ങളെ ആരും ഇപ്പോൾ വിളിക്കുന്നില്ല, ഫ്രണ്ട്സ് ആരും, അത് ഓട്ടോമാറ്റിക് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞ്, മീൻസ് നമ്മൾ നല്ല ക്ലോസ് ആയിരുന്നു അവരോട് പോലും, നമ്മളൊന്ന് തെറ്റല്ലോ എന്തെങ്കിലും ഉണ്ടായിട്ട് നിങ്ങളിപ്പോൾ തനിച്ചായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നൊരു സമയമാണ് നിങ്ങളുടെ ടാലൻസിനെ ഡെവലപ്പ് ചെയ്യാൻ. എന്ന് മാത്രമല്ല നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ട് മുന്നോട്ട്. ഓക്കെ, നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട് മുന്നോട്ട്. മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് അതിനുള്ള മൂഡില്ലെങ്കിൽ തൽക്കാലം നിങ്ങൾ അവനവൻ്റെ ആക്ച്വലി ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ തുടങ്ങുക.
നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുക, പഠിക്കുക, അങ്ങനത്തെ നോളജ് ഗെയിൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ആൻഡ് പിന്നീട് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, പിന്നീട് അത് നിങ്ങൾക്ക് അതിനെക്കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾക്ക് സ്വന്തമായ ഒരു ബിസിനസ് പോലെ ആക്കാം ചിലവർക്ക്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എന്തായാലും അതുകൊണ്ട് നിങ്ങൾക്കൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കാണും. ആ ഒരു ടാലൻറ്റ് നിങ്ങളുടെ അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അഗെയിൻ മ്യൂസിക് അങ്ങനത്തെ ആർട്ട് അങ്ങനെ ആവണമെന്നില്ല. ഓക്കെ, എഴുതലാവാം, വായിക്കലാവാം, പാട്ടുപാടലാവാം, കഴിവുകളാവാം, നിങ്ങളുടെ എന്തെങ്കിലും കഴിവുകൾ, അല്ലെങ്കിൽ ഇതൊന്നും അല്ലാതെ ജസ്റ്റ് നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ തരത്തിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചെടുത്താൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഹെൽപ്പ് ആവാം. ഓക്കെ, അങ്ങനെ എന്തായാലും ഇപ്പോൾ പറഞ്ഞു വന്നാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ തനിച്ചിരിക്കുന്ന സമയം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അത് വേസ്റ്റ് ചെയ്യാതിരിക്കുക. ആ ഒരു സമയം നിങ്ങൾക്ക് കിട്ടിയത്, നിങ്ങൾ തനിച്ചായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയം നിങ്ങൾ യൂട്ടിലൈസ്, ഒന്നും വേണ്ട, ചിലപ്പോൾ ജസ്റ്റ് നമ്മൾ സ്പിരിച്വൽ പാത്തിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ദൈവത്തിൻ്റെ ഭക്തി കാര്യങ്ങൾ, പ്രയേഴ്സ്, അതൊക്കെ പഠിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിനൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരും. നിങ്ങളെ മുന്നോട്ട് പോകാനുള്ള നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടും. ഓക്കെ, അത് പിന്നീട് എന്ത് തന്നെ ആയാലും ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പിന്നീട് മുന്നോട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, അത് നിങ്ങൾ ഇങ്ങനെ തനിച്ചിരുന്നു എന്ന് പറഞ്ഞ് വിഷമിച്ച് പോകരുത്. ഓക്കെ, ആൻഡ് ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്. നിങ്ങൾ വളരെ ഇമോഷണൽ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ വളരെ ഇമോഷണൽ ആയ പേഴ്സൺ ആണെന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണൽ ആണ് എന്ന് പറയാം. നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റിന്റെ സമയമാണ് വരുന്നത്. ഓക്കെ, ഒരു ജഡ്ജ്മെന്റ് കിട്ടുന്ന കാര്യമാണ് പറയുന്നത്. കർമ്മ, നിങ്ങൾ ചെയ്ത നല്ല കർമ്മയുടെ റിസൾട്ട് നിങ്ങൾക്ക് വരും എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് ന്യായം വരുമെന്ന് പറയാം. നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ടാവാം. ഓക്കെ, നിങ്ങളായിരിക്കാം ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. എവിടേക്കോ ഒരു ജഡ്ജ്മെന്റ് കാര്യം ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ലത് വരാൻ പോകുന്നു എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ചെയ്ത നല്ല കർമ്മയുടെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ട്രാൻസ്ഫോർമേഷൻ വരുന്ന സമയമാണ്. ആക്ച്വലി ഹെർമിറ്റ് കാർഡ് എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മളിങ്ങനെ ഇരുന്ന് പോകുന്നു, എന്തെങ്കിലും നമ്മൾ ചിന്തിക്കുന്നത്. ആക്ച്വലി തലകീഴായി കിടക്കുന്ന ഫോട്ടോ ആണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മുടെ ജനറൽ ടാരോയിൽ തലകീഴായി കിടക്കുന്ന ഫോട്ടോ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുക എന്നാണ് പറയാം. സോ അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരും എന്നാണ് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ വരും. ഓക്കെ, ഒരു എൻഡിങ് ചിലപ്പോൾ സംഭവിക്കാം. ആ എൻഡിങ് കഴിഞ്ഞിട്ട് നിങ്ങളൊരു പുതിയ ന്യൂ ബിഗിനിങ്ങിലേക്ക് നിങ്ങൾ കടക്കും എന്നാണ്. ഓക്കെ, നിങ്ങൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കലും ആവാം. 6 ഓഫ് കപ്സ് ഉണ്ട്. പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത്, അതിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത്, ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ നഷ്ടങ്ങളെക്കുറിച്ചും പഴയതും ഓർത്ത് ആണ് ഇങ്ങനെ ഈ ഒരു ലെവലിൽ ഇരുന്ന് പോകുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് അങ്ങനെ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു, നമുക്കിനി ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇനി മുന്നോട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലൈഫിനെ എങ്ങനെയാണ് നമ്മൾ ബെറ്റർ ആക്കേണ്ടത് എന്ന് ചിന്തിച്ച് നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ അവനവനിൽ വരുത്താം. ഓക്കെ, അവനവനിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തേണ്ട സമയമാണ്. യൂട്ടിലൈസ് ചെയ്യുക. ഈ സമയങ്ങൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. വെറുതെ കളയരുത്. നമുക്ക് സമയം വെറുതെ കളയാനുള്ളതല്ല. ഓക്കെ, ഓരോ ദിവസവും നമുക്ക് പ്രഷ്യസ് ആണ്. നിങ്ങൾ കാര്യങ്ങൾ എത്രത്തോളം വേഗം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇമോഷണലായി മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, ഇമോഷണൽ പേഴ്സൺ ആണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങളെ ഒരുപാട് ഇപ്പോൾ വേദനയും വിഷമവും അനുഭവിക്കുന്നത്. പക്ഷെ ഇതൊരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങളെ സ്ട്രോങ് ആക്കാൻ വേണ്ടി കൂടിയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം കൂടി എനിക്ക് തോന്നിയത് ഞാൻ പറയുന്നുണ്ട്. ആരുടെയെങ്കിലും ഡെത്ത് അങ്ങനെ വല്ലതും ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഫാമിലിയിലാവാം, നിങ്ങളുടെ ലൈഫിലാവാം, അങ്ങനെ വല്ല ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതുകൂടി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളൊരു വിഷമം ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത് നിങ്ങളോട് പറയുന്നത് അതിൽ നിന്ന് മുന്നോട്ട് മെല്ലെ മെല്ലെ മാറി വരാൻ ശ്രമിക്കാം. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷനെ പറ്റി എനിക്ക് അധികം പറയാനില്ല. ഓക്കെ, എന്തായാലും ശരി, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നു. ആൻഡ് ജഡ്ജ്മെന്റ് കാണുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ ചെയ്ത നല്ല കർമ്മയുടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് കിട്ടും എന്ന് പറയാം. ഓക്കെ, ചില ലെസൺസ് ആണ്, നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിലെ ലെസൺസ് ആണ്. നമ്മൾ ഓരോ സമയങ്ങളും നമ്മൾ ഓരോന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് പഠിച്ച് പഠിച്ച് നമ്മൾ മുന്നേറാം. എന്തെങ്കിലും ക്ലാസ്സിന് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഐ തിങ്ക് അത് ക്ലാസ്സിനോ പഠിക്കുക, എന്തെങ്കിലുമൊക്കെ പഠിക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് കൂടുതലും ഫോക്കസ് തോന്നുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്താൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അഗൈൻ പൊട്ടൻഷ്യൽ, തിങ്ക് ബിഗ് ഫോർ യുവർ ഫ്യൂച്ചർ. ഇതാ ഞാൻ പറഞ്ഞത്. ഓപ്പർച്യൂണിറ്റി നോക്സ്, യെസ്, ഗോ ഫോർ ഇറ്റ്, ഗുഡ്. ഓക്കെ, ആ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഓക്കെ, യൂണിക്കോൺ, ന്യൂ ബിഗിനിങ്സ്, മൂവിങ് ഫോർവേഡ്. ഓക്കെ, ഗുഡ് ഫോർച്യൂൺ, ഇൻവൈറ്റ് മാജിക് ഇൻ. ആൻഡ് ആക്ച്വലി ഈ ഒരു കാർഡ് പേജ് ഓഫ് പെഡിക്കിൾസ് നമ്മൾ പറയാറുള്ളത് ഒരു ഓഫർ വരുന്നു എന്നുകൂടിയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ വിട്ടുപോയി. നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ചേരുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്നു എന്നുകൂടിയാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളപ്പോൾ അതിന് വേണ്ടി പക്ഷേ ഹെർമിറ്റ് മോഡിൽ നിന്ന് ഒന്ന് പുറത്ത് വരണം. നിങ്ങൾ കാര്യങ്ങൾ കാര്യങ്ങൾ ഒരു പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട്, ബിസിനസ് ആവണമെന്നില്ല, ബിസിനസ്സോ ഒരു ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ
വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ വരുന്നതായിട്ടാണ് കാണുന്നത്. ജസ്റ്റ് നമ്മുടെ ലൈഫിൽ ഒരു ചെറിയൊരു മാറ്റം, ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു മാറ്റം വരുത്താൻ തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും അതിന് നമുക്ക് ന്യൂ ബിഗിനിങ് ആയിട്ട് കണക്കാക്കാം, അല്ലേ? ഇവിടെ ന്യൂ ബിഗിനിങ് വന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ഒരു പുതിയ കാര്യം നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അത് ജസ്റ്റ് നേരത്തെ എഴുന്നേക്കലായിക്കോട്ടെ, നേരത്തെ ഉറങ്ങലായിക്കോട്ടെ, എന്തെങ്കിലും ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യലായിക്കോട്ടെ, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി ചിലവർ ഡയറ്റ്, എക്സസൈസ്, എന്ത് തന്നെ തുടങ്ങുന്ന കാര്യമായാലും അതിനൊക്കെ നമുക്ക് ന്യൂ ബിഗിനിങ് എന്ന് വിളിക്കാം. ഓക്കെ, കാരണം ഒരു മാറ്റങ്ങളുടെ തുടക്കം അവിടെ വരികയാണ്, അല്ലേ? നല്ല കാര്യമാണ്. സോ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, നിങ്ങൾ ഫ്യൂച്ചറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വലിയ കാര്യങ്ങൾ ആലോചിക്കുക നിങ്ങൾ. ഓക്കെ, നിങ്ങളുടെ ലിമിറ്റ് ചെയ്യണ്ട നിങ്ങൾ. ഓക്കെ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ വരും, നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, നിങ്ങൾ അത്രയും ആക്ച്വലി നിങ്ങൾക്ക് കഴിവുകളുണ്ട് എന്നാണ് പറയുന്നത്. ആ കഴിവിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ഫ്യൂച്ചറിൽ നല്ലൊരു ആക്ച്വലി ചെറിയ ഹോപ്പല്ല, നിങ്ങൾ വലിയ വലിയ ഡ്രീംസ് വെച്ചോളൂ, കുഴപ്പമില്ല. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് വരുന്നുണ്ട് എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. മൂവിങ് ഫോർവേഡ്, ഗെറ്റ് റെഡി ഫോർ പോസിറ്റീവ് ചേഞ്ച്. യെസ്, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരികയാണ്, മാറ്റം വരുത്തണം, നിങ്ങൾ വരുത്തണം. ഓക്കെ, നിങ്ങൾ തന്നെ ചെയ്യണം. ഓക്കെ, ആൻഡ് ഓപ്പർച്യൂണിറ്റി നോക്സ്, ഗോ ഫോർ ഇറ്റ്. ആക്ച്വലി ഞാനതാ പറഞ്ഞു, ഓഫർ വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. ആ ഓഫർ നിങ്ങൾക്ക് നല്ലതാണ് ചിലവർക്ക്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പുതിയ ഓഫർ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതാണ്. ജോലി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലൊരു കാര്യമാണ് വരുന്നത്. മുന്നോട്ട് പൊയ്ക്കോളൂ എന്ന് പറയുന്നത് ഒരു യെസ് ആൻസർ ഉണ്ട് ഇവിടെ യൂണിവേഴ്സിൻ്റെ. നല്ലതാണ്, നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ യെസ്, അത് നല്ലതാണ്. ഓക്കെ, യൂണിക്കോൺ, ഇൻവൈറ്റ് സെറൻഡിപ്പിറ്റി എന്ന് വെച്ചാൽ മാജിക് നിങ്ങളുടെ ലൈഫിലേക്ക് ആക്ച്വലി ഇതിലും ഉണ്ട്. ഇൻവൈറ്റ് മാജിക് ഇൻ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ലൈഫിൽ മാജിക് വരും. ഓക്കെ, ഉണ്ട്, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്, മുന്നോട്ട് പോവുക നിങ്ങൾ. പക്ഷേ ചിലത് ഞാൻ പറഞ്ഞ പോലെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുത്താനുണ്ട്, ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ വരുത്താനുണ്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ ലൈഫ് മാറ്റാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, പൊട്ടൻഷ്യൽ നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, അത് യൂസ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നല്ലൊരു ദിവസമാവട്ടെ. നന്ദി, നമസ്കാരം.